അപ്പോൾ നമ്മളിനി ഇവിടെ പറയാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളാണ്. ആദ്യം നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോകും. കൂടുതൽ ഡീറ്റെയിലുകൾ ഞാൻ പറയാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം കവർ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാം. ഇപ്പോൾ ഒരു റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം A:B എന്ന് പറയുന്ന സാധനമാണ്. A:B എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് AXും രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് BXുമാണ്. ഒരു രണ്ട് ക്വാണ്ടിറ്റികൾ A:B എന്ന് പറയുന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ ക്വാണ്ടിറ്റിയുടെ അളവ് എന്ന് പറയുന്നത് AXും രണ്ടാമത്തെ ക്വാണ്ടിറ്റിയുടെ അളവ് BXും ആയിരിക്കും. നമുക്ക് ഈ A:B എന്ന് പറയുന്ന സാധനത്തിനെ തന്നെ A/B എന്ന് കൂടെ വിളിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ കൂടെ വിളിക്കാം? A/B എന്ന് വിളിക്കാനായിട്ടും സാധിക്കും. നമുക്ക് റേഷ്യോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അത് നമുക്ക് കുറേ ടൈപ്പ് റേഷ്യോകൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തെയാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ആദ്യത്തെ റേഷ്യോ ആണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്വയർ കാണുക. സ്ക്വയറാണ് അവിടെ ആവശ്യം നമുക്ക്. എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3:4 എന്ന് പറയുന്നതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 9:16 ആണ്. എന്ന് വെച്ചാൽ 3ൻ്റെ സ്ക്വയർ ആണ് 9, 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 5:8 എന്ന് പറയുന്നതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്തായിരിക്കും? 5ൻ്റെ സ്ക്വയർ 25 8ൻ്റെ സ്ക്വയർ 64. മനസ്സിലായോ? ഇനി ട്രിപ്ലിക്കേറ്റ് റേഷ്യോ അപ്പോൾ എന്തായിരിക്കും? ഇവിടെ സ്ക്വയറാണ് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്തായിരിക്കും? ക്യൂബ് ആയിരിക്കും എന്നാണ് പറയണത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2:3 എന്ന് പറയുന്നതിൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2³ ആയിരിക്കും. 2³ എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബ് 8 ആണ്, 3ൻ്റെ ക്യൂബ് എന്താണ്? 27 ആണ് എന്നാണ്. ഇപ്പം നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പറഞ്ഞു, ട്രിപ്ലിക്കേറ്റ് റേഷ്യോയും പറഞ്ഞു അല്ലേ? ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 25:64ൻ്റെ എന്താണ് 5:8 എന്ന് ചോദിച്ചാൽ, അപ്പം നമ്മൾ പറയുന്നത് 5:8ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. 5:8ൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് 25:64 എന്ന് പറയുമ്പോൾ 25:64ൻ്റെ എന്താണ് ഈ 5:8 ചോദിച്ചാൽ അത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. എന്താണ്? സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ 2:3 എന്ന് പറയുന്ന സാധനത്തിൻ്റെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ് 8:27 എന്ന് പറയുമ്പോൾ 8:27 എന്ന് പറയുന്നതിൻ്റെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ്. സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണ് 2:3 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്ന് സ്ക്വയർ റൂട്ടും ഒന്ന് ക്യൂബ് റൂട്ടുമാണ് കണ്ടത്. അവിടെ എഴുതിയിട്ടുണ്ട് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണ് എന്നുള്ളത്. താഴത്തെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് അവിടെ പറയുന്നത് ഇൻവേഴ്സ് റേഷ്യോ. ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 2:3 എന്ന് പറയുന്നതിൻ്റെ ഫ്രാക്ഷൻ പാർട്ട്, അതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാൻ ചോദിച്ചാൽ അതിനെ നമുക്ക് 2/3 എന്ന് എഴുതാം. ഫ്രാക്ഷനായിട്ട് 2/3 എന്ന് എഴുതാം. ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് എന്തായിരിക്കും? 3:2 ആയിരിക്കും. അപ്പോൾ 3:2നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാൻ പറ്റും? തിരിച്ച് 3/2 എന്നുള്ളത് നമുക്ക് റെസിപ്രോക്കൽ എഴുതാൻ പറ്റും. 3/2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ റേഷ്യോയിൽ എഴുതാൻ പറ്റും? 3:2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ഇൻവേഴ്സ് റേഷ്യോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2:3ൻ്റെ റെസിപ്രോക്കൽ റേഷ്യോ 3:2 ആണ്. തല തിരിച്ച് എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ 4:5ൻ്റെ ഇൻവേഴ്സ് റേഷ്യോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ എന്തായിരിക്കും? 5:4 എന്നായിരിക്കും വരിക. നെക്സ്റ്റ് അവിടെ പറയുന്നത് കോമ്പൗണ്ട് റേഷ്യോ ആണ്. എന്താണ്? കോമ്പൗണ്ട് റേഷ്യോ ആണ്. കോമ്പൗണ്ട് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇവിടെ ശ്രദ്ധിക്കുക, ആ വാചകത്തിൽ തന്നെ ഉണ്ട് A:B and C:D are two ratios. Then AC:BD is the compound ratio of the given ratios എന്നാണ് പറയണത്. ഇപ്പോൾ ബേസിക് ആയിട്ട് ഇപ്പോൾ ഞാൻ എഴുതുകയാണ് 2:3 എന്ന് പറയുന്ന ഒരു റേഷ്യോ, മറ്റേതെന്ന് പറയുന്നത് 4:5 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്ന ആദ്യത്തെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ആദ്യത്തെ വാല്യൂ 2, ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ 4. അപ്പോൾ 2 × 4 8:2. ഇവിടെ രണ്ടാമത്തെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ വാല്യൂ വരാം 3ഉം 5 ആണ്. 3 × 5 എത്രയാ? 3 × 5 15. അപ്പോൾ 8:15 ആയിരിക്കും എന്തെന്ന് വരിക? കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വെറുതെ വായിച്ച് നോക്കി നോക്കാം. നമുക്ക് പ്രൊപ്പോർഷൻ ആവശ്യം വരുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല. ബേസിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 3:4 അല്ലേ? 3:4 നമുക്ക് എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാം? 3/4 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി അതേപോലെ തന്നെ ഇപ്പോൾ 6:8 6:8 നമുക്ക് എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാം? 6/8 എന്ന് എഴുതാം. 6/8 എന്ന് പറയുന്നതിന് നമ്മൾ 2 വിട്ട് ചെറുതാക്കി 3 × 2 6, 4 × 2 8 അല്ലേ? രണ്ടെണ്ണത്തിൻ്റെ ഫ്രാക്ഷനും എന്താ ലോവസ്റ്റ് ടേമിലേക്ക് എത്തുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഫ്രാക്ഷനും ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ ഈ 3/4ഉം 6/8ഉം പ്രൊപ്പോർഷനിലാണ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3:4 proportion to 6:8 എന്ന് നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും. അതിൽ ഓരോരോ ടേമിന് നമ്മൾ പറയുന്ന പേരുണ്ട്. ഫസ്റ്റ് ടേമിന് ഫസ്റ്റ് പ്രൊപ്പോർഷണൽ, സെക്കൻഡ് ടേമിന് സെക്കൻഡ് പ്രൊപ്പോർഷണൽ, തേർഡ് ടേമിന് തേർഡ് പ്രൊപ്പോർഷണൽ, ഫോർത്ത് ടേമിന് ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് A:B:C:D എന്നാണ് നമ്മുടെ റേഷ്യോ എന്ന് വിചാരിക്കുക. ഇഫ് ദ റേഷ്യോ ഇസ് A:B ഈസ് പ്രൊപ്പോർഷണൽ ടു C:D എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ A എന്ന് പറയുന്നതിനെ നമ്മൾ ഫസ്റ്റ് പ്രൊപ്പോർഷണൽ എന്നും, B എന്ന് പറയുന്നതിനെ സെക്കൻഡ് പ്രൊപ്പോർഷണൽ എന്നും, C എന്ന് പറയുന്നതിനെ തേർഡ് പ്രൊപ്പോർഷണൽ എന്നും, D എന്ന് പറയുന്നതിനെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്നുമാണ് പറയാറുള്ളത്. അതാണ് ABCD എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇവിടെ നമ്മൾ അറിയേണ്ട ചിലപ്പോൾ ഈ A:B ഇത് തന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ഈ പ്രൊപ്പോർഷണലിൻ്റെ കേസ് തന്നെ നമുക്ക് പറയാം.